നമസ്കാരം. മാർച്ച് മാസം അവസാനിക്കുവാൻ ഇനി അധികം ദിവസങ്ങളില്ല. ഏപ്രിൽ മാസം ആരംഭിക്കുകയാണ്. ഏപ്രിൽ മാസവുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഏപ്രിൽ 2 എന്ന ദിവസത്തിന് ജ്യോതിഷപ്രകാരം വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം അന്ന് സാക്ഷാൽ ഗജകേസരി യോഗം ആരംഭിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ഗജകേസരി യോഗം ആരംഭിക്കുന്നത് എന്ന് ആദ്യമേ മനസ്സിലാക്കാം. വ്യാഴത്തിൻ്റെയും ചന്ദ്രൻ്റെയും കൂടിച്ചേരലിൻ്റെ ഫലമായാണ് ഗജകേസരി യോഗം രൂപം കൊള്ളുക. തന്മൂലം ഞാൻ ഈ പരാമർശിക്കുന്ന രാശിക്കാർക്ക് ഏപ്രിൽ മാസം ഏറ്റവും അനുകൂലമായി ഭവിക്കും. വച്ചടി കയറ്റമാണ് വന്നു ചേരുക. ഏതെല്ലാം രാശിക്കാർക്കാണ് അഥവാ നക്ഷത്രക്കാർക്കാണ് ഈ സൗഭാഗ്യങ്ങൾ തേടിയെത്തുക എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ ഗണപതി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഈ മാസം സർവ്വവിഘ്നങ്ങളും ഒഴിഞ്ഞ് കാര്യവിജയങ്ങൾ വന്നു ചേരണം, ഐശ്വര്യം വർദ്ധിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം ഗം ഗണപതയേ നമഃ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന നക്ഷത്രക്കാരെ കുറിച്ച് മനസ്സിലാക്കാം. ഇടവം രാശി. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക, രോഹിണി, മകീരം എന്നീ നാളുകാർ. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇടവം രാശിക്കാർക്ക് ഏപ്രിൽ മാസം അനുകൂലമാണ്. ഏപ്രിൽ 2 മുതൽ തന്നെ കാര്യങ്ങൾ അനുകൂലമായി തുടങ്ങും. ഈ സമയം ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും. ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് വർദ്ധിക്കും. പെട്ടെന്ന് തന്നെയുള്ള അഥവാ പെട്ടെന്ന് ലാഭത്തിനുള്ള പണലാഭത്തിനുള്ള അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. പ്രതിസന്ധികൾ പലതും ജീവിതത്തിലുണ്ട്. എന്നാൽ ആ പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ പോരാടുവാൻ നിങ്ങൾക്ക് സാധിക്കും. കാരണം അത്തരം പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോക്കം വരുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് കടന്നു വരിക. കൂടാതെ ഏതൊരു കാര്യത്തിനും നിങ്ങൾക്ക് വ്യക്തമായ പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കുന്ന സമയം കൂടിയാണ് ഇത്. പല വിധത്തിലും സാമ്പത്തികപരമായ നേട്ടങ്ങൾ, സന്തോഷകരമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതുമാണ്. ചെയ്യുന്ന പ്രവൃത്തികളിൽ നാൾക്കുനാൾ വിജയങ്ങൾ, അനുകൂലമായ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് കടന്ന് വരാവുന്നതുമാണ്. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. ലാഭം നിങ്ങൾക്ക് വർദ്ധിക്കാം. പ്രതീക്ഷിക്കാത്തതായ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈവശം വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. മനസ്സിന് വളരെയധികം സന്തോഷം നൽകുന്നതായ അല്ലെങ്കിൽ എന്നും ഓർത്തു വയ്ക്കുവാൻ സാധിക്കുന്ന നിരവധിയാർന്ന ഓർമ്മകൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം പലവിധ ആഗ്രഹങ്ങളും മാറ്റിവച്ചിട്ടുണ്ടാകാം. അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് കടന്നു വരാം. ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുക. വളരെ കാലമായി നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നതായ ചില വ്യക്തികളെ കണ്ടുമുട്ടുവാനുള്ള അവസരങ്ങൾ, അവരുമായി സൗഹൃദം പങ്കിടുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും പരിഹാസങ്ങൾ ഏറ്റുവാങ്ങേണ്ടതായി വന്നിട്ടുണ്ടാകാം. അതിൽ നിന്നും മാറ്റങ്ങൾ വന്നു ചേരാം. മറ്റുള്ളവരുടെ പ്രശംസ പോലും നേടിയെടുക്കുവാൻ സാധിക്കും. കച്ചവടവുമായി ബന്ധപ്പെട്ട് ലാഭം വന്നു ചേരാം. കൈകളിലേക്ക് പല കാര്യങ്ങൾ കൊണ്ടും പണം വന്നു ചേരാം. ഇത്തരത്തിൽ വളരെ സന്തോഷവും അനുകൂലമായ ഫലങ്ങളും വന്നു ചേരുന്നതായ സമയമാണ്. എന്നാൽ ചിലവിൻ്റെ കാര്യത്തിൽ അല്പം കൂടി ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടത് അനിവാര്യമാണ്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ധനം നഷ്ടമാകുവാനുള്ള അല്ലെങ്കിൽ നഷ്ടപ്പെടുവാനുള്ള സാധ്യതകളുണ്ട്. അത്തരം കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോവുക. കർക്കിടകം രാശി. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുണർദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാർ. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടുവാൻ സാധിക്കും. യാത്രകൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. അത് ബിസിനസ് പരമായ ലാഭം, ധനപരമായ ഉയർച്ച നിങ്ങൾക്ക് നേടിത്തരാം. കൂടാതെ ഈ സമയം പല വ്യക്തികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും.
പല കാരണങ്ങൾ കൊണ്ടും തുടങ്ങിയതായ ബിസിനസ് നേട്ടങ്ങളിലേക്ക് കുതിക്കാം. മുതൽ മുടക്കി തുടങ്ങുന്നതായ നവസംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ, ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. ക്ഷമയോടെയുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണ്. ധനവരവ് നിങ്ങൾക്ക് വന്നു ചേരുന്ന അല്പം ഉയർച്ച സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. കടം വീട്ടുവാനുള്ള ധനപരമായ നേട്ടങ്ങൾ, കടം വീട്ടുവാനുള്ള ധനം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. തൊഴിൽപരമായ ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരും. കൂടാതെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. തീരുമാനങ്ങൾ ശരിയായ രീതിയിൽ കൈക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ബിസിനസ് പരമായി ലാഭം നേടിയെടുക്കുവാൻ സാധിക്കും. ചെലവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം പല കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുവാൻ നിങ്ങൾക്ക് തന്നെ തോന്നുകയും അത് പിന്നീട് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുകയും ചെയ്യും. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. മാനസിക സമ്മർദ്ദങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നതായ സാഹചര്യമുണ്ട് എങ്കിലും അത് ഈ സമയങ്ങളിൽ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ പല വഴികളിലൂടെയും ധനം നിങ്ങൾക്ക് വന്നു ചേരാം. തൊഴിൽപരമായ ഉയർച്ച, ബിസിനസ് പരമായ ഉയർച്ച തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. ജോലി ലഭിക്കുവാനുള്ള സാധ്യതകൾ പോലും ഈ സമയം വളരെ കൂടുതലാക്കുന്നു. കൂടാതെ ഈ സമയം ആദായം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ, കുടുംബാംഗങ്ങൾക്കിടയിൽ സന്തോഷം വർദ്ധിക്കുക, കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുക, സമ്മാനങ്ങൾ ലഭിക്കുക, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുക, യാത്രകൾ കുടുംബത്തോടൊപ്പം നടത്തുവാൻ സാധിക്കുക അല്ലെങ്കിൽ മറ്റ് യാത്രകൾക്കുള്ള സാധ്യതകൾ തെളിയുക തുടങ്ങിയ കാര്യങ്ങൾ ഈ സമയം നിങ്ങൾക്ക് വന്നു ചേരാം. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ഈ ഏപ്രിൽ മാസം നിങ്ങൾക്ക് പല വിധത്തിലും അനുകൂലമായ ഫലങ്ങൾ, ധനപരമായ നേട്ടങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. പൊതുവിൽ ഭാഗ്യം തുണയ്ക്കുന്നതായ സമയം തന്നെയാകുന്നു. ചിങ്ങം രാശി. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകം, പൂരം, ഉത്രം എന്നീ നക്ഷത്രക്കാർ. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സമയമാണ് ഏപ്രിൽ മാസം. ഗജകേസരി യോഗ തുല്യമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഈ സമയം വിജയങ്ങൾ കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. കരിയറുമായി ബന്ധപ്പെട്ട് ഏറ്റവും മികച്ചതായ സമയമാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് മികച്ചതായ സമയമായി മാറും. തൊഴിൽപരമായി അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. സമൂഹത്തിൽ നിങ്ങൾ അംഗീകരിക്കപ്പെടുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സാമ്പത്തിക കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. സാമ്പത്തികമായ പരാധീനതകളുണ്ട് എങ്കിൽ പോലും ഈ സമയം കൈകളിലേക്ക് പണം വന്നു ചേരാം. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് ലാഭം നിങ്ങളെ തേടിയെത്താം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുകയും അത് ബിസിനസ് പരമാണ് എങ്കിലും തൊഴിൽപരമാണ് എങ്കിലും നേട്ടങ്ങൾക്കുള്ള സാധ്യത വർദ്ധിക്കുന്നതാണ്. ഈ സമയം അത്തരത്തിൽ അനുകൂലമായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. വളരെ കാലമായി ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വളരെയധികം ലാഭം വന്നു ചേരാം. കൂടാതെ ഈ സമയം പല കാര്യങ്ങളിലും മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും. ഏറ്റവും മികച്ചതായ രീതിയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കും. കുടുംബാംഗങ്ങൾക്ക് പലവിധ ആവശ്യങ്ങൾ ഉണ്ടാകും എങ്കിൽ പോലും ആ ആവശ്യങ്ങളിൽ ബഹുഭൂരിപക്ഷം കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു കൊടുക്കുവാൻ സാധിക്കും. കുടുംബത്തിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാൻ സാധിക്കും. വാഹന ഭാഗ്യം വന്നു ചേരാം. കൂടാതെ ഈ സമയം ആഗ്രഹിക്കുന്നതായ പല വസ്തുക്കൾ സ്വന്തമാക്കുക, ആഗ്രഹ സാഫല്യങ്ങൾ നേടിയെടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. പല കാര്യങ്ങളിലും തടസ്സങ്ങൾ നിങ്ങൾക്കുണ്ട്. ആ തടസ്സങ്ങൾ ഉള്ളത് കാരണം വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യമുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. ബിസിനസ് പരമായ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാവുകയും ജോലി അന്വേഷിക്കുന്നവർക്ക് താൽക്കാലികമായ ജോലിയാണ് എങ്കിലും ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ അപ്രതീക്ഷിതമായ ധനപരമായ നേട്ടങ്ങൾ, വളരെ കാലമായി കാണാൻ ആഗ്രഹിക്കുന്ന ചില വ്യക്തികളെ കാണുവാൻ സാധിക്കുക, സമ്മാനങ്ങൾ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. സന്തോഷത്തോടെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. സാമ്പത്തിക സ്ഥിതിയിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു. ബിസിനസ് ചെയ്യുന്നവർക്കും നേട്ടങ്ങൾ ലഭിക്കാവുന്ന ഒരു സമയം തന്നെയാകുന്നു. സാമ്പത്തിക കാര്യങ്ങളിൽ ഈ സമയം വിഷമിക്കേണ്ടതായി വരില്ല എന്ന കാര്യവും ഓർക്കുക. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാണ്.